ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു ദിവസത്തെ കാഴ്ചകളിലേക്ക്. ഇന്ന് ലീവുള്ള സ്ഥിതിക്ക് ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അതിനെന്താ പ്രശ്നമില്ല, ലീവല്ലേ, പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരില്ല, റൂമിൽ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ബോറടിക്കുന്ന സംഭവമാണ്. ഇത് നമ്മളെടുത്ത് പാത്തുട്ടിയും ഫാമിലിയും വേറെ കറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ബസ് വന്ന് നേരെ ബസ്സിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് നാട്ടിലത്തെ പോലെ ബസ്സിന് കണ്ട കണ്ടക്ടറൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്യാം, നേരെ പോയിട്ട് ഇരിക്കാം. ഇറങ്ങുന്ന സമയത്ത് അതേപോലെ ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ആ ചാർജസ് വെച്ചിട്ട് അത് കട്ടായിക്കോളും. ഓക്കെ, അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടിരുന്ന് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ പിയോൺ ടെക്കിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ആടുന്ന് ഇറങ്ങിയിട്ട് ആടുന്ന് നെക്സ്റ്റ് നമ്മൾ ട്രെയിനിൽ പോകണം. അപ്പോൾ ഏകദേശം ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ 1 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ പിയോൺ ടെക്കിലെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴേക്കാണ് കഥ അറിയുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളെ ഏരിയയിലുള്ള എല്ലാ മലയാളികളും ഓരോ ഭാഗത്തേക്ക് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആടുന്നാണ് എല്ലാവരെയും നമ്മൾ ഏകദേശം കണ്ടുമുട്ടിയത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ട്രെയിൻ നിർത്തുന്നത്, അതായത് ട്രെയിൻ വരുന്നത് ഒരു മാളിൻ്റെ ഉള്ളിലായിട്ടാണ്. ഈ മാളിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ കയറി ആടെ പോയിട്ട് നോക്കുമ്പോഴേക്കും പിന്നെയും നമ്മളെ പഞ്ചായത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ വീട് നമ്മൾ കണ്ടുമുട്ടി. യോറും വേറെ എവിടെയോ കറങ്ങാൻ പോകുന്ന ആൾക്കാർ. അങ്ങനെ നേരെ പോയിട്ട് ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ വീടിന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിയോൾ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ യാത്ര ട്രെയിനിലും ഉണ്ട്. അങ്ങനെ അവസാനം ട്രെയിൻ വന്ന് നേരെ കയറി. നമുക്ക് സീറ്റ് ഉണ്ടായിട്ട് ഏകദേശം ഫുള്ളായതുകൊണ്ട് അങ്ങനെ ഒരു സൈഡ് പോയിട്ട് നിന്ന് എൻ്റെ ഗോപ്രോക്ക് ചാർജ് ഉണ്ടായിട്ട് അങ്ങനെ അതിന് ചാർജും വെച്ചു. അങ്ങനെ അവസാനം 1 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് സ്ഥലത്തെത്തി. അങ്ങനെ സിയോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇനി അടുത്ത് പോകാനുള്ളത് ഒഞ്ച വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ ഒഞ്ച വാട്ടർഫോൾസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഏകദേശം 2 ബസ് കയറാനുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബസ്സാണ് ഇത്. നമ്മൾ എല്ലാം നോക്കിയിട്ട് പോകുന്നത് മാപ്പിലാണ്. ഇവിടെ തന്നെ മെയിൻ ഒരു മാപ്പുണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ സെക്കൻഡ് ബസ് സ്റ്റോപ്പിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ബസ്സിൻ്റെ ടൈം കാണിക്കുന്നുള്ളത് ഏകദേശം 2 മിനിറ്റാണ്. എല്ലാ ബസ് സ്റ്റോപ്പിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും. എല്ലാ ബസ്സിൻ്റെ ടൈമും കാര്യം എല്ലാം അതിലുണ്ടാവും. എത്ര മണിക്ക് എത്തും, ഏത് സമയത്ത് എത്തും എന്നുള്ളത്, എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളെ സ്പോട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഹൊഞ്ചെ വാട്ടർഫോൾസ്. ഭയങ്കര വ്യൂ ആവേ, കാണുന്ന പോലെ ഒന്നല്ല. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല. അവിടെ പോയിട്ട് നോക്കുമ്പോൾ പറഞ്ഞ രസം. നല്ല ക്രൗഡുണ്ട്, നല്ല ആൾക്കാരുണ്ട്, ഇതേപോലെ പാട്ടെല്ലാം പാടി കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കാര്യം. 2-2.5 മണിക്കൂറിൻ്റെ ട്രാവൽ കഴിഞ്ഞിട്ട് വന്നതല്ലേ, ചെറിയൊരു വിശപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച് പിന്നെ തുന്നിട്ടായിട്ട് തന്നെ ബാക്കി കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ നേരെ ബർഗറെല്ലാം ഓർഡറാക്കി എല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്ന് തുന്നിട്ടായിട്ട് പിന്നെ അടുത്ത യാത്രയിലേക്ക് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കുറച്ച് കുന്നുമലെല്ലാം കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കയറി കണ്ട് വലിയ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, മെയിൻ കാണാനുണ്ട് ആ വാട്ടർഫോൾ തന്നെ. അപ്പോൾ അതും കണ്ട് അതിൻ്റെ മുകളിലുള്ള കുറച്ച് കാഴ്ചകളും വ്യൂസെല്ലാം കണ്ട് കുറച്ച് നടന്ന സ്ഥിതിക്ക് ചെറിയൊരു ദാഹം വന്നതുകൊണ്ട് എല്ലാവരും പോയിട്ട് കോഫിയെല്ലാം കുടിച്ച് സെറ്റായി. അതിന് നേരെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു.